ഏതൊക്കെ സ്റ്റോറിലാണ് നമുക്ക് ഓഫർ ഉള്ളത്. Hello viewers, welcome back to our channel. അല്ലോട്ടിന് ഇപ്പൊ ഈ കുപ്പി കളിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെറുതെ കുപ്പിയിട്ട് കളിക്കുവായിരുന്നല്ല. പക്ഷെ ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കുറെ പേർക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ എന്നാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അത് എന്താന്നുള്ളത് നമുക്കിപ്പോ കാണാം. അപ്പൊ ഈ കുപ്പികളൊക്കെ എവിടെ കൊണ്ടുപോകാണ്, എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നേരത്തെ ഐഡിയയും ധാരണ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ ഈ കുപ്പികൾ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ തിരിയും. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പൊ ശരിക്കും ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കേട്ടോ. വേറെ ടൈപ്പ് വീഡിയോസ് ഒന്നും അല്ല, ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഈ വീഡിയോയിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ സംഭവം അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടെ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും നമ്മളിപ്പോ ഒരു മൂന്നാമത്തെ തവണയാണ് ഇടുന്നത്. ശരിക്കും നമ്മളും ആദ്യം നമ്മുടെ എന്താണ് വീട്ടിൽ ബാക്കി ഇങ്ങനെ വരുന്ന കുപ്പിയെല്ലാം ഒഴിവാക്കുക ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ വെറുതെ ഒഴിവാക്കുക അല്ലാണ്ട് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടുന്ന് ഇനി ട്രോളി എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന കുപ്പിയെല്ലാം ഈ ട്രോളിക്കകത്താക്കി നമുക്ക് മുകളിലേക്ക് പോകണം. അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ UAE എന്താണ് സസ്റ്റൈനബിലിറ്റി ആണല്ലോ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവര് ഈ ഒരു റീസൈക്ലിംഗ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊക്കെ അറിയാം പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, നമ്മൾ അതിന്റെ ഒരു പാർട്ടാവുക എന്നുള്ളത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുക. ഇപ്പൊ ശരിക്കും നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. അപ്പം കുക്കെല്ലാം ഇട്ടേക്കാണ്. ഇവിടെ നമുക്ക് 73 ബോട്ടിൽസ് ആണ് നമ്മള്. അങ്ങനെ ബോട്ടിലെല്ലാം ഇട്ടതിന് ശേഷം ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ആപ്പിൽ നമ്മൾ ഇട്ട കുപ്പിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു 1 hour 2 hourനുള്ളിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് വീട്ടില് നമുക്ക് വേണ്ടാണ്ട് ഡസ്റ്റ്ബിനിൽ കൊണ്ട് കളയുന്ന നമ്മുടെ ബോട്ടിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം, എവിടേക്കാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. അത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണിക്കും ഏതൊക്കെ ലൊക്കേഷനിലാണ് ഈ മെഷീൻ. സ്പാർക്ലോന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. സ്പാർക്ലോന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ ഫുൾ ഡീറ്റെയിൽസ് വരും, എവിടേക്കാണ് ഈ സ്പാർക്ലോന്റെ മെഷീൻസ് അവർ വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ലുലുലുണ്ട്. അപ്പൊ നമ്മളതുകൊണ്ട് ലുലുലേക്ക് വന്നിട്ട് ഇവിടെയാണ് നമ്മളത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് റീസൈക്ലിംഗിന് വേണ്ടിയിട്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? എല്ലാരും ചെയ്ത് നോക്കുക. കാര്യം വെറുതെ കുപ്പി എടുത്ത് കളയുന്നതിനെ കാട്ടിയും കാര്യം ഇതുകൊണ്ട് ഇത് വെറുതെ റീസൈക്ലിംഗ് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്കും ഉണ്ട് ബെനിഫിറ്റ്സ്. ആ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് പൊന്നു പറയാം. അപ്പൊ നമ്മളിട്ട ഈ കുപ്പി കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് ഓൺലൈൻ കുറെ സ്റ്റോറുകളുണ്ട്. അത് ഈ ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റോറിലാണ് നമുക്ക് ഓഫർ ഉള്ളത്, എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ ഓഫർ എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അഡ്നോക്കിന്റെ ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു പോയിന്റ് അഡ്നോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് റിവാർഡ്സ് പോയിന്റിലേക്ക് 5 ആയിട്ട് മാറും. ഒരു പോയിന്റ് ഇതിൻ്റെത് അത് 5ലേക്ക് മാറും. അപ്പം ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്. നമ്മൾ ഈ ഒഴിവാക്കുന്ന കുപ്പികൾ ഇവിടെ ഇട്ടാലുള്ള നമ്മുടെ ബെനിഫിറ്റ് ഇതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കുപ്പിയൊക്കെ ഇട്ട് തിരിച്ച് പാർക്കിങ്ങിലെത്തി. അപ്പൊ നമ്മൾ ഇനി ഇത് നേരെ വീട്ടിലേക്ക് പോകുന്നല്ലോ എന്നല്ലേ പോലല്ലോടാ. അങ്ങനെ കുപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ട് നേരെ വീട്ടിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം.